നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ, ഇനിയെങ്കിലും പറ, എന്താ മോളെ മംഗലശ്ശേരിയിൽ സംഭവിച്ചത്? കവിത എന്താ നിന്നോട് പറഞ്ഞത്? മോൾ അച്ഛനോട് പറ. ചെറിയമ്മ എന്തെങ്കിലും പറഞ്ഞെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞായിരുന്നോ? ചെറിയമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അവരെ ഇതിലേക്ക് വലിച്ചെടുക്കരുത്. പിന്നെ എന്തിനാ നീ മംഗലശ്ശേരിയിൽ നിന്ന് ഇറങ്ങി വന്നത്, മരിക്കാൻ തീരുമാനം എടുത്തത്? ഒന്നുമില്ലാതെ നീ അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കില്ലെന്ന് എനിക്കറിയാം. ചെറുതായിട്ടൊന്നുമല്ല നിന്റെ മനസ്സ് വേദനിച്ചത്. സഞ്ജുവിനോടൊന്ന് ഉരിയാടാനോ അവന്റെ മുഖത്ത് നോക്കാനോ നീ തയ്യാറാവുന്നില്ല. മംഗലശ്ശേരിയിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോ അവിടെ ആർക്കും ഒന്നും അറിയില്ല. നീ അവിടുന്ന് ഇറങ്ങി പോകുന്നത് പോലും അവിടെ ആർക്കും അറിയില്ല. എന്താണെങ്കിലും നീ എന്നോടെങ്കിലും ഒന്ന് പറ. ഞാൻ നിന്റെ അച്ഛനാ, എനിക്കത് അറിഞ്ഞേ പറ്റൂ. അച്ഛൻ എനിക്കറിയാം മനസ്സമാധാനം എന്താ. നിനക്കല്ല, ഞങ്ങൾക്ക് മനസ്സമാധാനം വേണ്ടത്. ആ സമാധാനം നീ ആയിട്ടാ ഇല്ലാതാക്കിയത്. നീ ആയിട്ട്. ഞാനെന്താ മണ്ടനാണോ? ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് നീയാ. എന്നിട്ട് പറയുന്നു മനസ്സമാധാനം കൊടുക്കാൻ. ഒരല്പം ദയ നീ എന്നോട് കാണിക്കും. ഇതെങ്ങനെ അച്ഛനോട് പറയും? അമ്മൂന് ഓർമ്മക്കേട് വന്നപ്പോ കാട്ടിക്കൂട്ടിയതൊന്നും വിശ്വസിച്ചവളല്ല നീ. അന്ന് നീ പക്വതയും ആർജവും കാണിച്ചു. ഇന്നെന്താ നീ ഈ വിധം അധപതിച്ചു പോയത്? നിന്നെയും സഞ്ജുവിനെയും തമ്മിലടുപ്പിച്ച് മുതലെടുപ്പ് നടത്താനാ കവിത ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവളെ നന്നായിട്ട് എന്റെ മോള് തിരിച്ചറിഞ്ഞെന്നാ ഞാൻ കരുതിയത്. അവിടെയും നീ തോറ്റുപോയി. അച്ഛൻ പറഞ്ഞതാ ശരി. തോറ്റുപോയവള് തന്നെയാ ഞാൻ. സ്നേഹിച്ച് വിവാഹം കഴിച്ച ഭർത്താവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ എന്തു ഭാര്യ? ചതിക്കപ്പെട്ട ഭാര്യ അച്ഛൻ ഞാൻ. വെറും ഭാര്യയല്ല, രണ്ടാം ഭാര്യ. സ്വയം ഇല്ലാതാവാനാണ് തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ ആദ്യം ഞങ്ങളെങ്ങും കൊല്ലും. ഒരു മകള് കാരണം എന്തൊക്കെ ഞാൻ അനുഭവിക്കണം. കല്യാണത്തിന് ഇറങ്ങി പുറപ്പെട്ടതിന് ശേഷം സ്വസ്ഥതയും സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ അച്ഛൻ എന്നോട് ക്ഷമിക്കച്ച. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.